അന്ന് നാടിന്റെ മുന്നിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, തലയിൽ കൈവച്ച് നിലവിളിച്ചിരിക്കാനല്ല ഞങ്ങൾ ഇരിക്കുന്നത്, ഈ നാട് അതിജീവിക്കും. അതിജീവിച്ച് കാണിച്ചില്ലേ? കേരളം ഒഴികെ എല്ലായിടവും പണം കൊടുത്തില്ലേ? എന്താണ് കേരളത്തിന്റെ കുറവ്? നൂറ്റാണ്ടിലെ മഹാപ്രളയമാണ് നാം നേരിട്ടത്. ചില്ലിക്കാശ് സഹായമായിട്ട് കേരളത്തിന് കിട്ടിയില്ല. എന്താണ് നമുക്കുള്ള പ്രശ്നം? നമുക്കെന്ന് പറഞ്ഞാൽ കേരളത്തിനുള്ള പ്രശ്നം എന്താണ്? എല്ലാ തരത്തിലും തലയുയർത്തി നിൽക്കുകയാണ് കേരളം, എല്ലാ മേഖലയിലും, ഒരു സംശയമില്ല. എന്തേ ഇങ്ങനൊരു അവഗണന? എന്തുകൊണ്ടാണൊരു വിരോധപരമായ സമീപനം കേരളത്തോട് സ്വീകരിക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ പിന്തുണ കിട്ടുന്നില്ല എന്ന് വെച്ച് കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കാൻ പാടുണ്ടോ? ഒരുപാട് ദുരനുഭവങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാൻ വിശദമായിട്ട് പറയല്ല. വയനാട് മേപ്പാടിയിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം രാജ്യം കണ്ട വലിയ ദുരന്തങ്ങളിൽ ഒന്നായിട്ടത് മാറി. എല്ലാവരും നമ്മളോട് സഹതപിച്ചു. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സഹതാപം ഒഴുകിയെത്തി. രാജ്യത്തിന് പുറത്തുള്ളവരും വലിയ തോതിൽ നമ്മളോട് സഹകരിക്കാൻ തയ്യാറായി. എല്ലാവരും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി പറന്നെത്തി, ആ സ്ഥലം സന്ദർശിച്ചു. ദുരന്തത്തിനിരയായ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു, അവരെ ആശ്വസിപ്പിച്ചു. എല്ലാം നല്ല കാര്യമാണ്. നേരത്തെയുള്ള ദുരനുഭവം ഇവിടെ ആവർത്തിക്കില്ല എന്ന പ്രതീക്ഷ പലർക്കുമുണ്ടായി. കാരണം നേരത്തെയുള്ള ദുരനുഭവം എന്താ? നൂറ്റാണ്ടിലെ മഹാപ്രളയമാണ് നാം നേരിട്ടത്. ചില്ലിക്കാശ് സഹായമായിട്ട് കേരളത്തിന് കിട്ടിയില്ല. നമ്മുടെ അനുഭവമാണത്. ആ ഒരു ദുരനുഭവം ആവർത്തിക്കില്ല എന്നാണ് നാം കരുതിയത്. പ്രധാനമന്ത്രി വന്നപ്പോൾ പ്രധാനമന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്തു. അദ്ദേഹവും നല്ല രീതിയിൽ പ്രതികരിച്ചു. ദുരന്തത്തെ കണ്ടതും അതിൽ വളരെയായി പ്രവർത്തിച്ചതും ആ അനുഭവമൊക്കെ ഞങ്ങളുമായി പങ്കിട്ടു. എല്ലാവരും നല്ല പ്രതീക്ഷ. അതിന് പിന്നാലെ നിവേദനം അയച്ചു, വിശദമായ നിവേദനം. പ്രധാനമന്ത്രിയുടെ തിരക്കിനിടയിൽ കാര്യങ്ങൾ വിട്ടുപോയാലോ എന്നുള്ള ആശങ്ക കൊണ്ട് ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടു, വീണ്ടും സംസാരിച്ചു. എത്ര നാളായി, എത്ര മാസങ്ങളായി? സഹായമില്ല. സഹായമില്ല എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ ആഭ്യന്തരമന്ത്രി തീർത്തും തെറ്റായ കാര്യം ഇവിടുത്തെ എംപിമാരുടെ, കേരളത്തിലെ എംപിമാരുടെ നിവേദനത്തിന് മറുപടിയായി പറയുന്നു. നമ്മളെന്തോ കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ്. തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണത്. ഇതെല്ലാം നേരത്തെ നമ്മൾ ചെയ്തതാണ്. ഈ പറയുന്ന PDNA വിശദമായി തയ്യാറാക്കി മറ്റു സംസ്ഥാനങ്ങളടക്കം മാതൃകയായിട്ടത് കാണുകയാണ്. അതും കൊടുത്തതാണ്. എന്താണ് നമുക്കുള്ള പ്രശ്നം? നമുക്കെന്ന് പറഞ്ഞാൽ കേരളത്തിനുള്ള പ്രശ്നം എന്താണ്? ദുരന്തം പലയിടങ്ങളിലുണ്ടായല്ലോ, പല സംസ്ഥാനങ്ങളിലുണ്ടായല്ലോ. ഹിമാചൽ പ്രദേശിലുണ്ടായി, ത്രിപുരയിലുണ്ടായി, ഗുജറാത്തിലുണ്ടായി, തെലുങ്കാനയിലുണ്ടായി, ആന്ധ്രയിലുണ്ടായി, ഒരുപാട് സ്ഥലങ്ങളിലുണ്ടായി. കേരളം ഒഴികെ എല്ലായിടവും പണം കൊടുത്തില്ലേ? എന്താണ് കേരളത്തിന്റെ കുറവ്? പറയണം. ഈ പറയുന്ന ഏതെങ്കിലും ഒരു കണക്ക് കയ്യിൽ കിട്ടിയതിന് ശേഷമാണോ ആ പണമെല്ലാം കൊടുത്തത്? ദുരന്തമുണ്ടായി ഉടനെ കൊടുത്തല്ലോ, നല്ല കാര്യമാണ്. അതിനെ ഞങ്ങൾ എതിർക്കില്ല കേട്ടോ. ആ പണം കൊടുത്തതിനെ ഞങ്ങൾ എതിർക്കില്ല. ആ പണം കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ട് ആ പട്ടികയിൽ കേരളം പെടുന്നില്ല? ഇതാണ് കേരളത്തിന്റെ ചോദ്യം. ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ കേരളം?
ഈ രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നതിനുള്ള എന്തെങ്കിലും കുറവ് ഈ കേരളത്തിനുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. എല്ലാ തരത്തിലും തലയുയർത്തി നിൽക്കുകയാണ് കേരളം, എല്ലാ മേഖലയിലും, ഒരു സംശയമില്ല. എന്തേ ഇങ്ങനൊരു അവഗണന? ഒരു ശത്രു പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു. അതാണോ ഒരു രാജ്യത്തെ ഗവൺമെന്റ് ചെയ്യേണ്ടത്? ഇവിടെ ഒരു കാര്യം നാം ആലോചിക്കണം. നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങൾ, എല്ലാ സംസ്ഥാനങ്ങളും എടുത്തോളൂ. ആ സംസ്ഥാനങ്ങളിലെ എല്ലാ പാർട്ടികളും ദുരന്തത്തിൽ സഹായം വേണമെന്ന് പറയുന്നവരാണ്. ഒരു പാർട്ടിയുടെ കാര്യം മാത്രം ഇപ്പോൾ പറയാം, BJP. ഇവയിൽ ചിലയിടത്ത് BJP അധികാരത്തിലാണ്, ചില സ്ഥലത്ത് BJP പ്രതിപക്ഷത്താണ്. പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്ന വ്യത്യാസമില്ലാതെ അവിടങ്ങളിലെല്ലാം എല്ലാവരും ഒന്നിച്ച് ഈ സഹായം വേണം എന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് പറയുന്നുണ്ട്. നമ്മുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ, ആലോചിച്ചാൽ മതി. കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ശത്രുതാപരമായ നിലപാടെടുക്കുന്നത്? ഇവിടെ BJPക്ക് ജനങ്ങൾ വലിയ പിന്തുണ നൽകുന്നില്ല. ജനങ്ങൾ പിന്തുണ നൽകാത്തത് കൊണ്ട് BJPക്ക് ശത്രുത വന്നിരിക്കുന്നു. ആരോട്? ജനങ്ങളോട്, കേരളത്തോട്. അതല്ലേ വസ്തുത. ആ ശത്രുതയുടെ ഭാഗമായി ഇവിടുത്തെ BJP നിൽക്കുകയാണ്. ഇപ്പോ ഒരു കാര്യം നടന്നു, നല്ലതാണ്. നമ്മുടെ കേരളത്തിലുള്ള MP-മാരെല്ലാം ഒന്നിച്ച് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ചു, ഈ സഹായം വേണമെന്ന് പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ്, നല്ല കാര്യമാണത്. ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. BJP ആ വികാരത്തോടൊപ്പമല്ല. ഇതല്ലേ എന്തുകൊണ്ടാണൊരു വിരോധപരമായ സമീപനം കേരളത്തോട് സ്വീകരിക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ പിന്തുണ കിട്ടുന്നില്ല എന്ന് വെച്ച് കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കാൻ പാടുണ്ടോ? ഞങ്ങള് യാചിക്കുകയല്ല കേട്ടോ. ഈ രാജ്യത്തിന്റെ ഭാഗമായ ഒരു സംസ്ഥാനം എന്ന നിലക്ക് അർഹതപ്പെട്ടത് ചോദിക്കുകയാണ്, അവകാശപ്പെട്ടത് ചോദിക്കുകയാണ്. അത് നൽകാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെന്റുണ്ട്. ഇതൊരു ഭാഗം. 2018 ആവർത്തിക്കുന്നു വിചാരിക്കുക. തകർന്നടിഞ്ഞ കേരളമായിരുന്നില്ലേ? എങ്ങനെ ഈ നാട് ഇനി കരകയറും എന്നായിരുന്നില്ലേ പലരും കരുതിയിരുന്നത്? അന്ന് നാടിന്റെ മുന്നിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, തലയിൽ കൈവച്ച് നിലവിളിച്ചിരിക്കാനല്ല ഞങ്ങൾ ഇരിക്കുന്നത്, ഈ നാട് അതിജീവിക്കും. അതിജീവിച്ച് കാണിച്ചില്ലേ? എങ്ങനെയാണ് അതിജീവനം ഉണ്ടായത്? നമ്മുടെ നാടിന്റെ ഒരുമയും ഐക്യവും, ജനങ്ങളുടെ ഒരുമയും ഐക്യവും രാജ്യം, ലോകം ആശ്ചര്യപ്പെട്ട് കാണുമാറ് നാം അതിജീവിച്ചു വന്നു. എങ്ങനെ ഇത് സാധ്യമായി എന്നവരാലോചിക്കുന്നു. അതാണ് കേരളം. ഇവിടെ പഴയത് അതേ രീതിയിൽ ആവർത്തിക്കുകയാണെങ്കിൽ ഒരു സംശയവുമില്ലാതെ പറയുന്നു, നേരത്തെ എന്തെല്ലാം ദുരന്തമുഖത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ടോ അതെല്ലാം ഒരു കുറവുമില്ലാതെ നടപ്പാക്കിയിരിക്കും. അതിലൊന്ന് അവരെ പ്രധാനമായും പുനരധിവസിപ്പിക്കലാണ്. ഒരുപാട് സഹായങ്ങളും ഓഫറുകളും ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട്. അതെല്ലാം കൂടി സമാഹരിക്കും. നല്ലൊരു ടൗൺഷിപ്പ്, രാജ്യത്തിനും ലോകത്തിനും മാതൃകയാക്കുമാറുള്ള ടൗൺഷിപ്പ് അവിടെ നിർമ്മിക്കുക തന്നെ ചെയ്യും. അതിന്റെ നടപടികളുടെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഒരു പ്രശ്നത്തിൽ കോടതിയുടെ തീരുമാനം കൂടി കാക്കേണ്ടതായിട്ടുണ്ട്. അതും അധികം വൈകാതെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ദുരന്തത്തിനിരയായവരെ പുനരധിവസിപ്പിക്കുമ്പോൾ അവരുടെ ഉപജീവനം ഒരു പ്രശ്നമാണ്.
ആ ഉപജീവനത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും തയ്യാറായി കഴിഞ്ഞു. അതിനുള്ള നൈപുണ്യ വികസനം, പരിശീലനം, അതിനെല്ലാമുള്ള സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ പരിശീലനത്തിലൂടെ വിവിധ തരത്തിലുള്ള തൊഴിലുകളിലേക്ക് അവരെ നിയോഗിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വിശദമായ പ്ലാൻ, വിശദമായ മൈക്രോ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ദുരന്തബാധിതരെ നാം, കേരളം കൈയൊഴിയില്ല. എന്നാൽ കേന്ദ്രത്തിന്റെ സഹായം വേണമെന്ന് അപ്പോഴും ഞങ്ങൾ പറയും, ഇനിയും പറയും. ചിലർ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഒരു സമീപനം എടുക്കുമ്പോൾ നിങ്ങൾ വീണ്ടും അവരോട് ചോദിക്കുമോ? ചോദിക്കാതെ പിന്നെ എന്ത് ചെയ്യും? നമ്മളൊരു സംസ്ഥാനമല്ലേ, ഈ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതല്ലേ ചോദിക്കുന്നത്. അത് വീണ്ടും ചോദിക്കും, ഇനിയും ചോദിക്കും. ഇവിടെ കേരളത്തോട് കാണിക്കുന്ന ഈ ശത്രുത തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ആ ശത്രുത ഇവിടുത്തെ ജനങ്ങളോടുള്ള ശത്രുതയായിട്ട് മാറുകയാണ്. മറ്റ് ആ ഭാഗത്തേക്ക് കൂടുതലായിട്ട് ഞാൻ കടന്നു പോകുന്നില്ല.